Welcome back to the vlogs. നമ്മൾ തിരിച്ചു ദുബായിലെത്തിയിരിക്കുന്ന മക്കളെ and we are back with the bike. അപ്പോൾ ഗൈസ് we are back. ഇന്ന് നമ്മുടെ അറിയാലോ തിരിച്ച് നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് വണ്ടി എടുക്കണം. വണ്ടി എടുത്തിട്ട് നമുക്കൊരു ചെറിയ തിരിച്ച് വീട്ടിലോട്ടുള്ള റൈഡ്. പിന്നെ പുതിയ ക്യാമറ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരെ ചെന്നിട്ട് വണ്ടി എടുക്കണം. കാരണം വണ്ടി ദീപിന്റെ വീട്ടിലുള്ള വണ്ടി എടുക്കണം. വണ്ടി എടുത്ത് നേരെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇന്ന് നമ്മുടെ പുതിയ ഓസ്മോ ആക്ഷൻ 5 Pro ഇന്ന് ഹെൽമെറ്റ് ക്യാം ആയിട്ട് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം. നമ്മൾ ഇതിന് മുന്നേ ബാംഗ്ലൂരും അതുപോലെ കണ്ണൂരും ചെറിയ റൈഡ് പോയപ്പോൾ ബാക്കിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഹരീഷിന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രൈമറിൽ ഇത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ട് മൈക്ക് വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ അത് നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു റൈഡിൽ ട്രൈ ചെയ്യും. അപ്പൊ ഇന്ന് ഫസ്റ്റ് ട്രൈ ആണ് അതിന്റെ. എങ്ങനെ ഉണ്ടാവും കണ്ടറിയാം. സോ നേരെ പോയി വണ്ടി എടുക്കാം. ഇനി വണ്ടി എടുത്തിട്ട് കാണാം. ഇതെന്താ താഴെ ഒരു തട്ടൽ. ഓ, അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി എടുത്തിരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം വണ്ടി എടുത്തിരിക്കുന്നു. മിററെല്ലാം കറക്റ്റ്. ലെറ്റ്സ് ഗോ. ഓ, വണ്ടിയുടെ ടോർക്ക്. നമുക്ക് സ്റ്റെപ്പ് ഒന്നുമില്ല, നേരെ ഡയറക്റ്റ് അങ്ങ് ഇറങ്ങാം ഇവിടുന്ന്. അപ്പോൾ ഗൈസ് വെൽക്കം ടു ദ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ എനിക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങി നേരെ വീട്ടിലോട്ട്, അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ പ്ലാൻസുകളൊന്നുമില്ല. പോകുന്ന വഴിക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നിർത്തേണ്ടി വരും. പെട്രോൾ ഉണ്ട്, അപ്പോൾ അതും സെറ്റ്. ഇതിൻ്റെ സൗണ്ട് റെക്കോർഡിങ്ങും ക്യാമറയുടെ ആംഗിൾ എല്ലാം കറക്റ്റാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നീങ്ങുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡാഷ്ബോർഡ് മാത്രമായിട്ട് കാണുന്നുണ്ടാവും, ചിലപ്പോൾ ഡാഷ്ബോർഡ് മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ന് ആദ്യത്തെ വ്ളോഗാണ് ഈ ഒരു ക്യാമറ വെച്ചിട്ട്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചെന്നിട്ട് നോക്കണം. എന്തായാലും ക്വാളിറ്റിയിലൊന്നും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. എനിക്കിതിൻ്റെ മൈക്ക് കണക്ട് ചെയ്തത് ഓക്കെ അല്ലേ ആണോ അല്ലേ എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ റൈഡിങ് ഗിയറിൻ്റെയും ഇന്ന് ആദ്യത്തെ ഡേ 1 ആണ്. നമ്മുടെ പുതിയ ഗ്ലൗ, ജാക്കറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ പെട്രോൾ സ്റ്റേഷനിൽ ഒന്ന് കയറണം, എന്നിട്ട് അത് കഴിഞ്ഞ് ബാക്കി. Oh, I missed it! Man, I missed the bike, bro. പക്ഷേ ബൈക്ക് ഒരു വികാരമാണെന്ന് പറയുന്നതൊന്നും വെറുതെ എക്സാജറേഷൻ അല്ല കേട്ടോ. ബൈക്ക് ശരിക്കും ഒരു വികാരം തന്നെയാണ്. ഇത് ഓടിക്കുന്നതിൻ്റെ ആ സുഖം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, എന്താ അതിന് പറയുക. തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തിയിട്ട് എനിക്ക് ജസ്റ്റ് കുറച്ച് കാര്യം എൻ്റെ ഫോണിലൊന്ന് നോക്കിയിട്ട് എൻ്റെ ഡെസ്റ്റിനേഷൻ ഒന്ന് നോക്കുന്നു, ഡബിൾ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് I'll see you guys. Oh, close. അപ്പോൾ guys, welcome back to the vlogs. നമ്മൾ തിരിച്ചു ദുബായിലെത്തിയിരിക്കുന്ന മക്കളെ and we are back with the bike. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാം പുതിയതാണ്. നമ്മുടെ റൈഡിങ് ഗിയേഴ്സ് എല്ലാം പുതിയതാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാമറയും പുതിയ ക്യാമറ വെച്ചിട്ടാണ് DJI Osmo Action 5 Pro. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ തലയുടെ വിളയാട്ടം. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യാനുണ്ട്, എനിക്കൊരു സംഗതി കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ പോയി അത് കളക്ട് ചെയ്ത് നേരെ വീട്ടിലോട്ട്. അതാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ പ്ലാൻ. വേറെ കാര്യമായിട്ട് പ്ലാനുകൾ ഒന്നുമില്ല ഇപ്പോൾ. ഇന്നത്തെ വ്ളോഗിന് പ്ലാനും വ്ളോഗും കൂടെ ഒരുമിച്ചായി. ഇന്നത്തെ വ്ളോഗിന് അങ്ങനെ സ്റ്റോറി ലൈനോ കാര്യങ്ങളൊന്നുമില്ല, അന്ന് ജസ്റ്റ് ഒരു സ്മോൾ കമ്മ്യൂണിറ്റി. ഇന്നത്തെ മെയിൻ സംഗതി എന്താണെന്ന് വെച്ചാൽ തിരിച്ച് നമ്മുടെ ബൈക്ക് കയ്യിലെത്തിയിരിക്കുന്നു. വെതർ വലിയ കുഴപ്പമില്ല, നമ്മുടെ വിൻഷീറ്റ് വളരെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ നാളെ എങ്ങനെ വണ്ടി ഒന്ന് കഴുകേണ്ടി വരും മിക്കവാറും. ഫോണും എല്ലാം എടുത്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. കീ, വണ്ടിയുടെ കീ, വീടിൻ്റെ കീ എല്ലാം ഉണ്ടാവണമല്ലോ. ലൊക്കേഷൻ ഒരിച്ചിരി മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് പോകേണ്ടത് തിരിച്ചു തന്നെയായിരുന്നു. നമ്മളൊരു റോങ് എക്സിറ്റ് എടുത്തത് കാരണം ഒരു ചെറിയ പ്ലാൻ ചേഞ്ച്. ബാക്കിലുള്ള ആൾ നമുക്കൊരു യൂ ടേൺ തന്നില്ല, അല്ലെങ്കിൽ റൈറ്റ് കയറാൻ തന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ തന്നെ പിടിക്കാം. നേരെ പിടിച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു യൂ ടേൺ എടുത്ത് വീണ്ടും തിരിച്ചു പോകും. വൈസർ ഓടിക്കണം, അല്ലെങ്കിൽ വൈസർ തുറന്ന് ഓടിക്കാൻ ഒരു പൂതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ പോകും. എത്രാമത്തെ യൂ ടേണാണ് നമ്മളിവിടെ എടുക്കുന്നത്? ഈ ഒരു പ്രദേശത്ത് നിന്ന് അങ്ങ് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല നമ്മൾ ഇതുവരെ. വീണ്ടും നമ്മളിത് വഴി 22 മിനിറ്റ് നമുക്ക് അങ്ങോട്ടെത്താൻ. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റുള്ളൂ വീട്ടിലേക്ക്. വണ്ടി നിറയെ പൊടിയാട്ടോ. നല്ലൊരു വാഷ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മൾ ബാംഗ്ലൂർ ഒരു റൈഡ് പോയതൊന്നുമല്ല. ജസ്റ്റ് ഈ കഴിഞ്ഞൊരു വീഡിയോ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഈ വീഡിയോ വരുന്നതിന് മുന്നേ അത് അപ്ലോഡ് ചെയ്യുമായിരിക്കും, നോക്കട്ടെ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ബാംഗ്ലൂർ റൈഡ്. അപ്പോൾ അതെന്താ സംഗതി എന്തുണ്ടായതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹരീഷ് അയർലൻഡിൽ നിന്ന് വന്നപ്പോൾ ഒരു വണ്ടി റെൻറ്റിനെടുത്തു. ആ റെൻറ്റിനെടുത്ത വണ്ടിയിൽ ഹരീഷിൻ്റെ സൺഗ്ലാസ് മറന്നു വെച്ചു. അപ്പോൾ ആ റെൻ്റെടുത്ത വണ്ടി തിരിച്ചു പോയി അവിടുന്ന് സൺഗ്ലാസ് വാങ്ങാൻ പോവുമായിരുന്നു. അപ്പോൾ പോകുമ്പോഴാണ് ആലോചിച്ച് വേറെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അനിയൻ്റെ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ടായിരുന്നു, ആക്സസ് സുസുക്കിയുടെ തോന്നുന്നു. അപ്പോൾ അതും കൊണ്ട് പോകാമെന്ന് വെച്ചു ബാംഗ്ലൂർ ട്രാഫിക്കിൽ. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു അതൊരു വ്ളോഗ് ആക്കിയേക്കാം. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വന്ന അന്ന് ബാംഗ്ലൂർ റൈഡ് ചെയ്തപ്പോൾ, ബാംഗ്ലൂരിൽ നിന്ന് മാത്രമല്ല ജനറലി നമ്മുടെ ഇന്ത്യയിൽ, എസ്പെഷ്യലി ഈ ബാംഗ്ലൂർ റൈഡ് ചെയ്തപ്പോൾ നോട്ടീസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. റോങ് വേ, 1 വേ ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ല.
ഈ സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് മാത്രം ഓടിക്കാനുള്ള റോഡാണെങ്കിലും ഇങ്ങോട്ടും തിരിച്ചാളുകൾ വണ്ടി ഓടിക്കും. ഹെൽമെറ്റും ആളുകൾക്ക് ഒരു പ്രശ്നമേ അല്ല. ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടണം എന്നുള്ള ശീലം വളരെ കുറവാണെന്ന് തോന്നുന്നു ജനറലി അവിടെ. ഹെൽമെറ്റ് ഇല്ലാതെ ഇഷ്ടം പോലെ വണ്ടികൾ. അത് കഴിഞ്ഞ് മൂന്നാമത്തത് ഫോൺ യൂസ് ചെയ്യുക. അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യുക. ഹെഡ്സെറ്റോ ഇതൊന്നുമല്ല, കൈ കൊണ്ട് ഫോൺ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ തലൻ്റെ ഇടയിൽ ഫോൺ കയറ്റി വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. എന്തെല്ലാം പരാക്രമങ്ങളാണ്! എങ്ങനെ നമുക്ക് ആക്സിഡൻറ്റ് ഇല്ലാതിരിക്കും? ഒരു കഥയായിരുന്നു. എന്തായാലും ഒരു രസമായിരുന്നു. അത് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ ആലോചിക്കായിരുന്നു, ഇപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെയൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ നമ്മൾ എന്തെങ്കിലും സബ്ജക്റ്റ് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആ സബ്ജക്റ്റ് കയ്യിൽ നിന്ന് തീർന്നു പോകും. അവിടെ അങ്ങനെയല്ല. അവിടെ ഓരോ 2 മിനിറ്റിൽ ദേ പോകുന്ന ഒരാൾ അത് ചെയ്യുന്നു, വണ്ടി റോങ് സൈഡ് എടുക്കുന്നു, ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി തിരിക്കുന്നു, അവിടെ തട്ടുന്നു, ഇവിടെ തട്ടുന്നു, ഒച്ചയിടുന്നു, ബഹളം വയ്ക്കുന്നു, നിർത്താണ്ട സംസാരിച്ച് പോവാം. പകല് നല്ല പൊരിഞ്ഞ ചൂടാണെന്നാണ് ദീപു പറഞ്ഞത്. പകലൊന്നും വണ്ടി അതായത് ബൈക്കും കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഓ ഇതെന്തുവാ? ഒരു വണ്ടിയുടെ ബമ്പർ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം 311 ജോയിൻ ചെയ്തു. ഒരു മാസമായി മക്കളെ ഈ റോട്ടിൽ ഡ്രൈവ് ചെയ്തിട്ട്, ഒരു മാസം റൈഡ് ചെയ്തിട്ട്. ഈ റോട്ടിലൊന്നുമില്ല, ഇവിടെ തന്നെ. അങ്ങനെ അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയി ഒരു നല്ലൊരു വെക്കേഷനൊക്കെ എടുത്ത് നാട്ടിൽ കുറച്ച് ദിവസം ബാംഗ്ലൂർ നിന്ന് ഒരു തായ്ലൻഡ് ട്രിപ്പ് അടിച്ചു. തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലത്തെ ഫ്രണ്ട്സുമായിട്ടൊരു തായ്ലൻഡ് ട്രിപ്പായിരുന്നു. അതായത് എല്ലാവരും ഇപ്പോൾ 10-35 വയസ്സായി, പലയിടത്ത് ജോലി ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ പല ജീവിത സാഹചര്യങ്ങൾ, കുടുംബം, ഇതൊക്കെ ആയിട്ട് എല്ലാവരും പല രീതിക്ക് ബിസിയും തലവേദനയായിട്ട് നടക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടെ പണ്ടത്തെ കാലത്തോട്ട് ഒരു ടെൻഷനും ഇല്ലാത്ത കാലം. ഇപ്പോൾ ആരെങ്കിലും ഇത് കാണുന്നവരാരെങ്കിലും കോളേജിലോ സ്കൂളിലോ പഠിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ നന്നായിട്ട് എൻജോയ് ചെയ്തോ. അതായത് കളിക്കണം എന്നല്ല, പഠിക്കാതെ ഉഴപ്പി നടക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ നിങ്ങൾ അവിടെയുള്ള സമയം, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയം, നിങ്ങളുടെ തമ്മിലുള്ള സംസാരങ്ങൾ, കളിക്കാൻ പോകുന്നത്, അങ്ങനത്തെ സ്കൂൾ സമയം, എസ്പെഷ്യലി കോളേജ് ടൈം, വെറുതെ ഇരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ച് നടക്കാറുണ്ട് ജീവിക്കും. കാരണം ആ സമയമൊന്നും തിരിച്ചു കിട്ടില്ല. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ആ ഒരു സമയത്തോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് തായ്ലൻഡ് ട്രിപ്പ് അടിച്ച്. എല്ലാവരും കൂടെ പല ഭാഗത്തു നിന്ന് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ നേരെ തായ്ലൻഡിൽ പോയി. അന്നത്തെ പോലെ എന്ത് രസമായിരുന്നു അറിയോ. അന്ന് ഞങ്ങൾ എങ്ങനെയാണോ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് തെറി ബഹളമായിരുന്നു. പക്ഷെ അതൊരു വലിയൊരു വെൻ്റായിരുന്നു. ഒക്കെ നമ്മുടെ തലയിലുള്ള ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് എല്ലാം ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ലൈഫ് തന്നെ ഒരു 80% നമ്മുടെ ജീവിതം അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ബ്രേക്ക്, നല്ലൊരു ബ്രേക്ക് നല്ലതായിരുന്നു. ബാക്കിലൊരുത്ത് എന്തെങ്കിലും ലൈറ്റ് അടിക്കുന്നത്, ഞാൻ എന്താ ചെയ്യണ്ടേ? പറക്കണോ? അത് എനിക്കുള്ള ലൈറ്റ് ആയിരുന്നില്ലേത്. അയാളിത് ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വരുന്നു. ഇനി എൻ്റെ പുറകിൽ നിന്ന് വീണ്ടും ലൈറ്റ് അടിക്കും. അയാൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി. പൊക്ക ഒരു വലിയൊരു ഡിഫറൻസ് നാട്ടിലത്തെ ഇവിടുത്തെ ഡ്രൈവിങ് എനിക്ക് മനസ്സിലായത്. നാട്ടിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നത് ബ്രേക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹോണോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബ്രേക്കും ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ഹോണോ. ആ ഒരു ഡിഫറൻസ് മാത്രം. അതാരുടെ? അതൊക്കെ വണ്ടി കാണാനാണോ? അയാൾക്ക് എന്നിട്ട് റേസ് ചെയ്യാനാണോ ഈ അഡ്വഞ്ചർ ബൈക്ക് കേട്ട ആ മെഴ്സഡീസ്? നടക്കില്ല മക്കളെ. ഒന്നാമത് റേസ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. രണ്ടാമത് അതിൻ്റെ കൂടെ ഈ സാധനം പിടിച്ചു നിൽക്കില്ല മക്കൾ. ഒരു രക്ഷയില്ല പിടിച്ചു നിൽക്കാൻ. ഗ്ലോബൽ വില്ലേജ്. നമ്മളെ GoPro Hero 5 കൊണ്ട് ഗ്ലോബൽ വില്ലേജ് നോക്കിയപ്പോൾ തീരെ ക്ലിയർ ഇല്ലായിരുന്നു. ഇത് എന്തെങ്ങനെയുണ്ട് നോക്കാം. തിരിച്ചൊന്ന് ഫുട്ടേജസ് നോക്കണം. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ ക്ലിപ്സിനേക്കാളൊക്കെ ക്ലിയർ ഉണ്ടാവും. ഇതേ പോകുന്നു ആശാൻ. എന്ത് രസമല്ലേ? അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. കുറേ ആളുകളുണ്ടാവും നമ്മളെ ഇഷ്ടമുള്ള നമ്മൾക്ക് ഡ്രീം കാറൊക്കെ കണ്ടാൽ നോക്കണം, കാണണം. പക്ഷെ മറ്റേ ആൾ കാണാൻ പാടില്ല, നമ്മളത് ആസ്വദിക്കേണ്ടെന്ന്. അപ്പോൾ നമ്മളെന്തോ ചെറുതായി പോകും. അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അയാൾ ചെയ്തുകൊണ്ട് അയാൾക്ക് വണ്ടി കാണണം തോന്നി. അയാൾ അത് മെഴ്സഡീസാണ്, അതിനേക്കാളും വലിയ വണ്ടിയൊന്നുമില്ല ഇത്. എന്നിട്ട് വണ്ടി സ്ലോ ചെയ്ത് കൈയൊക്കെ കാണിച്ച് കൈ വേവ് ചെയ്ത് ചിരിച്ച്. അതാണ് ഞാൻ സ്വപ്നം കണ്ട കീനാശ്ശേരി, എൻ്റെ സ്വപ്നങ്ങളിലെ കീനാശ്ശേരി. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലിടുന്ന ഒരു ഇതുണ്ടല്ലോ, ബാലക്ലാവ.
ബാലക്ലാവ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. നാളെ എങ്ങനെ പോകുമ്പോൾ ഒന്ന് ഇട്ട് റൈഡ് ചെയ്ത് നോക്കണം. കാരണം ഇതാവുമ്പോൾ ഈ ബാലക്ലാവ ഇല്ല ഞാൻ നമ്മുടെ മുടി നേരെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ പാഡിങ്, അതായത് ഹെൽമെറ്റിൻ്റെ ഉള്ളിലത്തെ പാഡിങ്ങാണ്. ബാലക്ലാവ ഉണ്ടാകുമ്പോൾ ഒരു ജസ്റ്റ് അതിന് മേലെ ഒരു കവറിങ് വരും, എന്നിട്ട് പിന്നെ പാഡിങ്ങിൻ്റെ. കാരണം മുടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ, കാരണം സ്പോഞ്ച് അല്ലേ, മുടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറും കുത്തും. അപ്പോൾ മുടിക്ക് കുറച്ചുകൂടെ നല്ലതാണെന്ന് വിചാരിക്കുന്നു, ആയിരിക്കണം. പിന്നെ എൻ്റെ മുടി എന്തായാലും എങ്ങനെ പോയാലും കഷണ്ടിയാവും. പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് അത് ടെൻഷൻ അടിച്ചിട്ടില്ല. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഒരു ടർക്കി ട്രിപ്പ് മാറ്റി വരും, ഇസ്താൻബുളിൽ പോയി മുടി വെക്കാൻ, വെപ്പ് മുടി. പക്ഷെ ഇപ്പോഴത്തെ ഹെയർ ഫിക്സിങ് ഒക്കെ പൊളി കേട്ടോ, ശരിക്കും മുടി പോലെ തന്നെ അങ്ങ് വളരുന്നുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഗ്രിൽ ചിക്കൻ മിസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഞാൻ പോകുന്ന വഴിക്ക് എങ്ങനെ ഒരു ഗ്രിൽ ചിക്കൻ വാങ്ങണം. വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. എക്സിറ്റ് എടുത്തു മിസ്റ്റർ. എക്സിറ്റ് എടുത്തിട്ട് മാപ്പ് അപ്ഡേറ്റ് ആവുന്നില്ലല്ലോ. യെസ്, there you go. ഞാനൊന്ന് അപ്പുറത്തൂടെ പ്ലീസ്. സമ്മതിക്കില്ലല്ലേ? ശരി, വേണ്ട. നമ്മളില്ലേ ഈ പച്ച വണ്ടി നമ്മളെ കൊണ്ടേ പോളോ? ആ ഇല്ല, മാറിക്കോളൂ. ഒറ്റപ്പിടി അങ്ങ് പിടിച്ചാലോ? താങ്ക് യു. നമുക്ക് റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ? 2 വഴിയും പോകാം. റൈറ്റ് പോകാം. മാപ്പ് പറയുന്ന റൈറ്റ് പോകണം. സോ വി ഗോ റൈറ്റ്. വണ്ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എന്ത് സുഖം ഓടിക്കാൻ. വണ്ടി അങ്ങനെ പൊക്കോളും, വെറുതെ കിടി. പക്ഷെ എന്നാലും ഒരു രസം കേട്ടോ, മാനുവൽ ഓടിക്കുന്നത് തന്നെയാണ് ഫണ്ണ്. മാനുവൽ ഓടിക്കുന്ന ഓട്ടോമാറ്റിക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈസ് ഓഫ് റൈഡ്, അത്രയേ ഉള്ളൂ. ഇവിടെ എവിടെ ഒരു പാർക്കിംഗ് കിട്ടിയ നൈസായിട്ട് സൈഡാക്കാം. ചേട്ടാ ഒരു പാർക്കിംഗ് പോലും ഇല്ലല്ലോ. ഒരു റൗണ്ട് എടുത്ത് വന്നാലോ? ഓ ഡോണ്ട് ടെൽ മീ ദെയർ ഈസ് നോ യു ടേൺ. ഓക്കെ, യു ടേൺ ഉണ്ടാ. പണ്ട് ഞാൻ എന്താ പറയുക, സ്ഥലം തപ്പി വന്ന ഏരിയയാണ് ഇതൊക്കെ. താമസിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റുകൾ തിരയുമല്ലോ, അങ്ങനെ തിരഞ്ഞ് വന്നിട്ടുണ്ടോ ഇതൊരു ഏരിയ. ഈ തുടുത്ത കവിളായതുകൊണ്ടേ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഈ കവിള് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. വായിലെന്തോ തിരികെ വെച്ച് സംസാരിക്കുന്ന പോലെയാണ്. തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ ഇടാം. ഓക്കെ, നമ്മൾ എത്തേണ്ട സ്ഥലം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് കഴിഞ്ഞു. നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട്. ഇന്നത്തെ കലാപരിപാടികൾ എല്ലാം അവസാനിച്ചിരിക്കുന്നു. നേരെ വീട്ടിൽ പോവുക, ഫ്രഷ് ആവുക, കിടന്നുറങ്ങാം. ഇന്നത്തെ ബാക്കി പരിപാടികൾ ഇതാണ്. എക്സിറ്റ് ഈ വഴിക്ക് തന്നെയല്ലേ? അതെ ഇത് തന്നെ. സോ സമയം 1 മണി ആവാറായി. ഞാൻ ഈ സമയത്ത് റൈഡ് ചെയ്യുന്നത് എന്തൊരു ഫീലാണെന്നറിയോ? എല്ലാ വ്ളോഗിലും ഞാൻ വീണ്ടും ഒരേ കാര്യം തന്നെ പറയുന്നു. ബൈക്ക് റൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, അതൊരു അത് തന്നെ. ഓ തണുത്ത കാറ്റ് മക്കളെ, ഓഹോ ഈശ്വര. ഈ ഒരു വെതർ ഫുൾ ഇയർ ഉണ്ടാവണേ. രാത്രിയെങ്കിലും ഈ സമയത്ത് നട്ടപ്പാതിരാക്കി ഞാൻ വണ്ടി എടുത്തിട്ട് ഇറങ്ങും റൈഡ് ചെയ്യാൻ. ഈ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലൈഫിൽ ഒരുപാട് നമ്മൾ ശരിക്കും ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ പല പ്രശ്നങ്ങളും പല ഏരിയ ആരും നമ്മൾ കാണുന്ന പോലെയല്ല. ഞാനിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുവാണെങ്കിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിലും നിങ്ങൾ പുറത്ത് നിങ്ങളെന്താണ് ഉള്ളിലെന്നുള്ളത് ശരിക്കും ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ആ പുറത്ത് നമ്മൾ ഈ അഭിനയിച്ച് കാണിക്കുന്ന അതേ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലും കൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ, മനസ്സിനൊരു സമാധാനം വരും. പ്രശ്നങ്ങളായിട്ട് കണ്ട് അത് ലൈഫിനെ എഫക്റ്റ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റിയാൽ അതൊരു വിജയം തന്നെയാണ്. ദുബായ് ഇൻ്റർനാഷണൽ അക്കാഡമിക് സിറ്റി. ഓഹോ അക്കാഡമിക് സിറ്റി ഏരിയയിൽ ആരെങ്കിലും ഉണ്ടോയെന്നാവും. നമുക്ക് നമ്മുടെ ഈ ചാനലൊക്കെ ഒന്ന് വളർന്ന് പന്തലിച്ചതിന് ശേഷം നമുക്കൊരു മീറ്റപ്പൊക്കെ വെക്കണം ദുബായിൽ. ടോസ്റ്റഡ് ത്രോട്ടിൽ ദുബായ് മീറ്റപ്പ് പൊളിക്കും. നമ്മളിവിടെ ഒരു എന്താ പറയുക, മല്ലു റൈഡേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ അധികം കൂടെ റൈഡ് ചെയ്തില്ലേ. നമ്മൾ ഫസ്റ്റ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾ വല്യപ്പച്ചെന്ന് വിളിക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. ഗ്രാൻഡ്പ ബൈക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം അവരെ കൂടെ ജസ്റ്റ് മീറ്റപ്പ് ചെയ്തിട്ടുണ്ട്, റൈഡ് ചെയ്തിട്ടില്ല. ആ ദുബായ് ഫ്രെയിമിൻ്റെ അവിടെ വെച്ചിട്ടൊരു ചെറിയ മീറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് കണ്ടു കുറച്ച് പേരെ. പക്ഷെ അവരെ കൂടെ ഇതുവരെ റൈഡ് ചെയ്തിട്ടില്ല, റൈഡ് ചെയ്യണം. അവരിപ്പോൾ വലിയ ഗ്രൂപ്പായിട്ടുണ്ട്. പക്ഷെ അവരുടെ ഗ്രൂപ്പിൻ്റെ ബ്യൂട്ടി ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വലിയ തരത്തിലുള്ള ബൈക്കുകൾ വേണമെന്നൊന്നുമില്ല. എന്ത് ബൈക്ക്, അതായത് പ്രോപ്പർ റൈഡർ മൈൻഡ് സെറ്റാണ് അതെല്ലാം. അതായത് ഞാൻ എൻ്റെ കയ്യിൽ R1 ഹയബൂസയോ BMW S1000 അങ്ങനെ ഇതൊന്നും വേണമെന്നില്ല. ഏത് വണ്ടി 150cc വണ്ടിയാണെങ്കിലും ഇഫ് യു ഹാവ് എ മൈൻഡ് ഓഫ് റൈഡർ യു സ്റ്റിൽ എ റൈഡർ. ഒരുപാട് റൈഡിങ് ഗ്രൂപ്പ്സ് നമ്മുടെ ദുബായിലുണ്ട്. പലരും സ്പോർട്സ് ബൈക്സ് ഓൺലി, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാറ്റഗറി, അല്ലെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളുടെ മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. താങ്ക്ഫുൾ ടു ദിസ് ലൈഫ് മാൻ.
So thankful to this life. കണ്ടോ, ഇതാണ് അതിൻ്റെ ബ്യൂട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാനവിടെ റെഡ് മാറി ഗ്രീനായി ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്തത്. ഒരാൾ പോലും ഹോൺ അടിച്ചില്ല. ഇത് നാട്ടിലായിരുന്നെങ്കിലോ റെഡിലിരുന്നു, ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായി. വണ്ടി കൊണ്ട് പോവാം ഫാമിലിയെയും കൊണ്ട്, എന്നിട്ട് റെഡ് സിഗ്നലിൽ നിൽക്കുക. റെഡ് സിഗ്നൽ ഇവർ എങ്ങനെയൊക്കെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. റെഡ് സിഗ്നലിൽ നിൽക്കുമ്പോൾ ബാക്കിൽ ഒരു ബൈക്കുകാരൻ ഭയങ്കര ഹോൺ അടി. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനത് ഗ്ലാസ് താത്തിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ വേണ്ടി ഗ്ലാസ് താത്തുക. ഗ്ലാസ് താത്തിയപ്പോൾ അയാൾ ജസ്റ്റ് സൈഡിൽ കൂടെ ഫ്രണ്ടിലേക്ക് വന്നു. അയാളെ തൊട്ട് ബാക്കിലുള്ള വണ്ടി അയാളെടുത്ത് പറയാം ഫ്രണ്ടിൽ കിടക്കുക, അത് ഗ്രീൻ ആയിക്കോളും. അവസ്ഥ ആലോചിച്ച് നോക്കണം. ഫ്രണ്ടിൽ കിടക്കുമ്പോൾ ഗ്രീൻ ആയിക്കോളും എന്ന് വെച്ചിട്ട് ഫ്രണ്ടിട്ട് മുന്നോട്ട് പോകാൻ. റോഡ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ റോഡ് മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനം കുറേയൊക്കെ കുറവാണ്. ആ ഗ്രീന് കിട്ടില്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു. ആ ഗ്രീന് കിട്ടില്ല, ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇനി പിടിക്കണം. കിട്ടി. ഓ നോ വി ഗോട്ട് ഇറ്റ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വ്ളോഗിങ് ഒന്നുകൂടെ സീരിയസ് ആയിട്ടിരിക്കണം. എനിക്ക് ഇതൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് ഈ ഒരു യൂട്യൂബ് ചാനലെങ്കിലും. പിന്നെ റൈഡിങ് എന്ന് പറയുന്ന സാധനം എന്തായാലും എന്നെ വിട്ടു പോകാൻ ചാൻസ് ഇല്ല. അത് ഞാൻ വയസ്സാകുന്നത് വരെ ഈ മോട്ടോർ സൈക്കിളിനോടുള്ള ഇഷ്ടം, റൈഡിങ്ങിനുള്ള ഇഷ്ടം കൂടെ കാണും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രായമായാലും ഞാനിതുപോലെ റൈഡ് ചെയ്ത് നടക്കാൻ ചാൻസ് ഉണ്ട്. റൈഡ് ചെയ്ത് വെറുതെ നടക്കുമല്ല, ഇതുപോലെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന മോട്ടോർ സൈക്കിൾ റൈഡിങ്. അപ്പോൾ ഈ റൈഡേഴ്സിന് പറഞ്ഞ ആ ഒരു വൈബ് മനസ്സിലാവും. നമുക്ക് നിർത്താൻ പറ്റില്ല. അതങ്ങനെ ഒരു ജീവിതകാലം വൺസ് എ റൈഡർ ഓൾവേസ് എ റൈഡർ എന്ന് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ റൈഡ് ചെയ്യുന്നിടത്തോളം കാലം എനിക്കിത് വ്ളോഗ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുവിധം ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ റൈഡ് ചെയ്യും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ഒരു വീക്കിൽ ഒരു വീഡിയോ എങ്കിലും മിനിമം. കാരണം ഓൾമോസ്റ്റ് എന്തായാലും ഞാനൊരു വീക്കിൽ 2-3 പ്രാവശ്യമെങ്കിലും മിനിമം ഞാൻ വണ്ടി എടുക്കും, ബൈക്ക് എടുത്ത് ഇറങ്ങും. ഒരു കാര്യമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈവനിങ്ങെങ്കിലും ഇറങ്ങും. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീലുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകൾ. അപ്പോൾ ബൈക്കും കൊണ്ട് പോയി അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കണ്ട് അവിടുന്ന് കുറച്ചൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്. നടക്കുകയോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ ഇവിടുന്ന് GCCയിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തുള്ള കൺട്രീസിലും പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ സൗദി അല്ലെങ്കിൽ ഖത്തർ ഇതൊക്കെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമുക്ക് ബൈ റോഡ്. പേപ്പർ വർക്ക്സും വളരെ മിനിമലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഒന്ന് തപ്പി നോക്കിയതാ സൗദി പോകാൻ വേണ്ടി. കാരണം സൗദിയിൽ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവരെ വിസിറ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു റൈഡായി പറ്റുവാണെങ്കിൽ മെക്ക ഒന്ന് പോവാം. പക്ഷെ അതിനൊരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 ദിവസമെങ്കിലും അതിന് മാറ്റി വെക്കണം. പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ മേ ബി ഒരു 3 ദിവസം. 2, 4, 3, 7 ഒരു വീക്ക്, ഒരു ഫുൾ വീക്ക് അതിന് മാറ്റി വെക്കേണ്ടി വരും. ഇത് BYDയുടെ വണ്ടിയാണ്. എന്ത് രസമാണ് വണ്ടി കാണാൻ. ഇതിൻ്റെ ടൈൽ ലൈറ്റ് ഈ ബാക്ക് സൈഡൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരു പോർഷെ വൈബ്. ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ നീക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല. 2 സൈഡിലേക്കും ആ വണ്ടിയുടെ ആ ട്രക്കിൻ്റെ 2 സൈഡിലേക്കും സാധനം സ്ട്രെച്ച് ചെയ്ത് കിടക്കും. ഈ BYD പോകുന്നത് നമ്മുടെ സ്ഥലത്തോട്ടാണോ ഈശ്വര? ആ ട്രക്ക് ഇനിയിപ്പം നേരെ പോയി ആ എൻഡ് വരെ നമുക്ക് ആ ട്രക്കിനെ മിസ് ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നിൽ വേറെ ട്രക്ക് ഉണ്ടോ? അടിപൊളി, പൊളിച്ച്. നമ്മൾ സത്യം പറഞ്ഞാൽ മെല്ലെ നൈസായിട്ട് ഈ റൈറ്റ് സൈഡ് പിടിച്ചോ റോങ് വേ പോയാൽ അവിടെ എത്തും. നോ, ഇയാൾ ഇവിടെ നിർത്തുവാണോ അതോ എനിക്ക് റൈറ്റാണ് പോകാനുള്ളത്? ഇയാൾ U-ടേൺ എടുക്കാനുള്ള ശ്രമമാണ് തോന്നുന്നത്. അതെ. അതിൽ നോക്കി അതിലൊരു വീടാണ് തോന്നുന്നു. ഇത് അങ്ങോട്ട് അവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാം. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഇതോടെ അവസാനിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ആൻഡ് വി ആർ ബാക്ക് ടു ദ പാർക്കിംഗ്. സെക്യൂരിറ്റി മറന്നു തോന്നുന്നു എൻ്റെ വണ്ടിനെ കുറിച്ച്. സെക്യൂരിറ്റി അവിടെ നിന്ന് മിഴിച്ച് നോക്കുന്നുണ്ട്. ഇതാരടാ? നമുക്ക് നമ്മുടെ സ്വന്തം പാർക്കിംഗ് തന്നെ വണ്ടി കൊണ്ടിടാം. ഇനി സാധനം പുറകോട്ട് വലിക്കുന്നതാണ് ടാസ്ക്. നമുക്ക് ഫോഗ് ലാമ്പ് ഓഫ് ചെയ്യാം. യെസ്. So that's it for today, boys. We'll see you guys in the next one.